പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം എല്ലാവരും യേശു കർത്താവിൻ്റെ സാക്ഷികളായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറണമെന്ന്. അതെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും യേശുവിൻ്റെ അനുകാരികളാണ്. യേശുവിൻ്റെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നാളുകളിൽ ഓരോ ദിവസവും കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് മുന്നേറാം. എത്ര പേർ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവാം ദൈവം അതിനായി നമ്മെ സഹായിക്കും, നമ്മെ ശക്തീകരിക്കും. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 27-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. അതെ, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്, അതുകൊണ്ട് സാക്ഷ്യം പറയും. നിങ്ങളുമെന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ ആരോ പറയും. 26-ാം വചനത്തിൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനാണ്. യഥാർത്ഥമായി ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായ ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടവരാണെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി അവരുടെ വായ് തുറന്ന് അവർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. സാഹചര്യങ്ങൾ എന്തുമായാലും, സംസാരിക്കുന്നവർ ആരായിരുന്നാലും, ആമേൻ, സ്തോത്രം, അവൻ എവിടെയും ഏത് സാഹചര്യത്തിലും യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ ശിഷ്യന്മാർ, ഈ യേശു പറഞ്ഞ വാക്ക് കേട്ട ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞു. ആമേൻ, ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ച് വീട്ടിനകത്തിരിക്കുക, റൂമിനകത്തിരിക്കുക. ഹല്ലേലൂയ, ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ എപ്പോഴാണോ അവർ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തുടങ്ങിയത്, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, ഹല്ലേലൂയ, അവർ ധൈര്യമുള്ളവരായി മാറി. ആ സമയം മുതൽ തന്നെ ഉറപ്പോടും ധൈര്യത്തോടും അവർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിനായി കൊതിക്കാം, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാം, യേശുവിൻ്റെ സാക്ഷികളായി മാറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അതിനാൽ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എപ്പോഴും അങ്ങനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവരാണ് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നവരായി മാറുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.